എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് 2-3 ഗ്രാമ്പൂ, 2-3 ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 6-7 എടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2-3 മതി. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനും ഇതുപോലെ വഴറ്റാനും. ഇനി ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിരുന്ന് അരച്ചെടുത്തത് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് കൈവിടാതെ ഇളക്കി തക്കാളിയുടെ പച്ച മണമൊക്കെ മാറി തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ആ പരുവം വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് പച്ചമണമൊക്കെ മാറി കിട്ടും. അപ്പോൾ അതാ നന്നായിട്ട് കളറൊക്കെ മാറി തക്കാളിയൊക്കെ വെന്ത് പരുവായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. രാവിലെ എണീറ്റിട്ട് ചടപടയെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെയും ഫ്രിഡ്ജിൽ കുറച്ച് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള റൈസ് ഇട്ട് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് അരി വേവിച്ച റൈസ് മതി. അത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ അമ്മമാർക്കൊക്കെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. റൈസ് നേരത്തെ വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ്. കറിയൊന്നും വേണ്ട ഈ റൈസ് കഴിക്കാനായിട്ട്. അത്യാവശ്യം എരിവും ഒക്കെ ഉള്ള ഒരു റൈസാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് സാലഡ് കൂടി ഉണ്ടെങ്കിൽ കുശാലായി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഇത്രയും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയ്ക്ക്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ റൈസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ഇതിലായിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അതും നമുക്ക് ആ തക്കാളി വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയാൽ പരിപാടി കഴിഞ്ഞു.
ഇപ്പം എൻ്റെ ചാനലിൽ കുക്കിങ്ങും ക്രാഫ്റ്റും ഉണ്ട്. ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കൂട്ടുകാർ ആ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കുക്കിംഗ് ഇഷ്ടമുള്ളവർ കുക്കിംഗ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.